നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒന്ന് ബിഗ് ഫ്രണ്ടിനെ വിളിച്ചേക്കാം. റെസ്റ്റോറന്റിലേക്ക് വന്ന അച്ഛനെ പരിചയപ്പെടുത്താന്ന് പറയാം. അച്ഛനെ പരിചയപ്പെടാൻ ബിഗ് ഫ്രണ്ടിനും കാണുമല്ലോ ആഗ്രഹം. ആ എന്നാ ഞാൻ ഒരുങ്ങട്ടെ, അച്ഛൻ ഇപ്പൊ വരും. വിളിച്ചിട്ട് കുറച്ച് നേരെ ആയില്ലേ, ഒരുങ്ങിയേക്കാം. ഇല്ലെങ്കിൽ അച്ഛന് ദേഷ്യം വന്നാലോ. ശരി പൊയ്ക്കോ പൊയ്ക്കോ. ആ ഇത് എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകാനാ നിന്റെ പ്ലാൻ? ഇതുകൂടി നോക്കാം. പിന്നീട് പപ്പിയെ കൊണ്ട് തന്നെ എന്തെങ്കിലും പറയിച്ച് ഇതിന്ന് മാറ്റിയെടുക്കാം. എല്ലാം സാവകാശം നടക്കൂ. സാവകാശമാണെങ്കിലും എല്ലാം വൃത്തിയായിട്ടൊന്നും നടന്നാൽ മതി. എനിക്കത്രേ പറയാനുള്ളൂ. എന്താ സത്യമോൾക്ക് വേണ്ടത്? അച്ഛൻ എന്താണോ ഇഷ്ടം അത് സത്യമോക്ക് വാങ്ങി തന്നാ മതി. എന്നാലും എന്താണെന്ന് പറ. അച്ഛൻ പറഞ്ഞു അച്ഛാ, ഇന്നെനിക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസാ. അതെന്താ അങ്ങനെ? ഇന്നത്തെ ദിവസത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഉണ്ട്. എന്ത് പ്രത്യേകത? ഇന്നെന്റെ അച്ഛൻ എന്നെ ഔട്ടിങ്ങിനൊക്കെ കൊണ്ടുപോകുന്ന ദിവസമല്ലേ. ഇതൊക്കെ ഞാൻ എത്ര ആഗ്രഹിച്ചതാണെന്നോ. സത്യമാണോ? പിന്നില്ലേ, മാളവികയുടെ ഹൃതികയുടെ അച്ഛന്മാര് അവരെ പുറത്തൊക്കെ കൊണ്ടുപോയി ഹോട്ടലിലൊക്കെ കേട്ടിയെന്ന് പറയുമ്പോ സത്യമോക്ക് ഭയങ്കര സങ്കടം വരും. എന്റെ അച്ഛൻ മാത്രം എന്നെ കാണാൻ പോലും വരുന്നില്ലല്ലോ എന്നോർത്ത് ആരും കാണാതെ ഞാൻ കരയും. പക്ഷെ ഇപ്പോ ആ സങ്കടമൊക്കെ പോയി കേട്ടോ. കാരണം എന്റെ അച്ഛനിപ്പോ എന്റെ അടുത്ത് വന്നല്ലോ. എന്റെ മോളെ, നിന്റെ മനസ്സിൽ ഇത്രയൊക്കെ സങ്കടം ഉണ്ടായിരുന്നു. അമ്മ ഇതൊന്നും അറിഞ്ഞില്ലല്ലോ മോളെ. പക്ഷെ ഈ അമ്മ ഒരു കാര്യം മനസ്സിലാക്കി. മോള് അച്ഛന് നൽകിയിരിക്കുന്ന സ്ഥാനം ഈ അമ്മയേക്കാൾ ഒരുപാട് ഒരുപാട് മേലെയാ. അച്ഛൻ എന്താ ആലോചിക്കുന്നത്? അല്ല, ഈ ചുരുങ്ങിയ സമയത്തിനുള്ളില് സത്യമോളെ എവിടെയൊക്കെ കൊണ്ടുപോവാന്ന് ആലോചിക്കുകയായിരുന്നു. ഒരുപാട് സ്ഥലത്ത് അച്ഛൻ്റെ ഒപ്പം പോണോന്നുണ്ട്. പക്ഷെ അച്ഛന് സമയമില്ലല്ലോ. അതെ അതെ. ഇന്ന് തന്നെ അച്ഛൻ വന്നത് വളരെ കഷ്ടപ്പെട്ട. അച്ഛന്റെ ജോലി സ്ഥലത്തെ ഓഫീസർ ഭയങ്കര ദേഷ്യക്കാരനാ. ലീവ് എടുത്താ ദേഷ്യപ്പെടും. എന്താ പിന്നെ എന്തിനാ അച്ഛൻ ഈ ജോലി? അമ്മ ജോലിക്ക് പോകുന്നുണ്ടല്ലോ, നമുക്ക് കഴിയാ അതൊക്കെ പോരെ. എന്റെ ജോലി കളഞ്ഞിട്ട് ഇങ്ങനെ കറങ്ങി നടക്കാനല്ലേ? അച്ഛൻ്റെ ഒപ്പം ഇങ്ങനെയൊക്കെ നടക്കാനുള്ള കൊതി കൊണ്ടല്ലേ അച്ഛൻ സത്യമോൾ ഇങ്ങനെയൊക്കെ പറയുന്നേ. അച്ഛന് സങ്കടം വരുന്നുണ്ടേ വേണ്ട, ജോലിക്ക് പൊക്കോ. പക്ഷേ ഇടയ്ക്കിടയ്ക്കൊക്കെ വരണം. സാർ,
മോള് പറഞ്ഞില്ലല്ലോ എന്താ കഴിക്കാൻ വേണ്ടത്. ഇന്നല്ല അച്ഛന്റെ ഇഷ്ടാ. അച്ഛൻ പറഞ്ഞോ? അപ്പോഴേക്ക് ഞാൻ വാഷ്റൂമിൽ പോയിട്ട് ഇപ്പൊ വരാവേ. ഈശ്വര, ഈ കുട്ടി എങ്ങനെയായ എന്ത് ചെയ്യും? എങ്ങനെയാ ഇനി ഈ വേഷം ഒന്ന് അവസാനിപ്പിക്കുക? സാർ, ഓർഡർ എന്തെങ്കിലും? പറയാം. ഒന്ന് ബിഗ് ഫ്രണ്ടിനെ വിളിച്ചേക്കാം. റെസ്റ്റോറന്റിലേക്ക് വന്ന അച്ഛനെ പരിചയപ്പെടുത്താന്ന് പറയാം. അച്ഛനെ പരിചയപ്പെടാൻ ബിഗ് ഫ്രണ്ടിനും കാണുമല്ലോ ആഗ്രഹം. ഈ ബിഗ് ഫ്രണ്ട് എന്താ എടുക്കാത്തെ? കട്ടായല്ലോ. ഈ ബിഗ് ഫ്രണ്ടിനെ ഒരു അത്യാവശ്യത്തിന് വിളിച്ച കിട്ടിയില്ല. ഇവനെന്താ ഫോൺ ഇവിടെ വെച്ചിട്ട് പോയത്? വിഷ്ണു, നിന്റെ ഫോൺ അടിക്കുന്നു. ഇതെന്താ എടുക്കാത്തെ? സത്യാണല്ലോ. അവൾ എന്തിനാ ഇവനെ വിളിക്കുന്നത്? ഇവളെന്തിനാണ് നിന്നെ വിളിക്കുന്നേ? ഞാനെന്താ ചെയ്യേണ്ട? കട്ട് ചെയ്യണോ എടുക്കണോ? കട്ട് ചെയ്യണ്ട, ഞാൻ എടുക്കാം. എന്നത് സ്പീക്കറിലിട്. സത്യാണോ സത്യയുടെ അമ്മയാണോ വിളിക്കുന്നതെന്ന് അറിയണല്ലോ. ഹലോ. ഹായ് ബിഗ് ഫ്രണ്ട്, സുഖാണോ? നമ്മളെ സുഖാണ്. എനിക്കും അതെ. ഞാനും നല്ല ഹാപ്പിയാ. ഓ, ആണോ? എന്തു പറ്റി? പിന്നെ സന്തോഷം ഉണ്ടാവാതിരിക്കോ? ഇന്നെന്റെ അച്ഛൻ വന്ന ദിവസമല്ലേ? അതുകൊണ്ട് ഞാൻ നല്ല ഹാപ്പിയാ ബിഗ് ഫ്രണ്ടേ. വെച്ചിട്ട് നിന്റെ പാട്ടിന് പോടാ. അവളുടെ ഒരു വിശേഷം പറച്ചില്. മോളിപ്പോ എവിടെയാ? ഞാനും എന്റെ അച്ഛനും കൂടി ഇപ്പൊ ഒരു റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുക. ബിഗ് ഫ്രണ്ട് വന്ന അച്ഛനെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.